നമസ്കാരം. ഇന്ന് വി ഡി സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പ്രധാനമായിട്ടും അവതരിപ്പിച്ചൊരു കാര്യം, വി സി നിയമനത്തിൽ ഗവൺമെൻറ് പിണറായി വിജയൻ ഗവർണറുടെ മുമ്പിൽ മുട്ടുകുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഏത് RSS നേതാവാണ് ഈ കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ സുപ്രീം കോടതിയിലെ കേസിൽ ഗവൺമെൻറ് അനുകൂലമായി കേസ് നിൽക്കുമ്പോൾ തോറ്റുകൊടുത്തത് എന്തിനാണ് ഗവർണർക്ക് മുമ്പിൽ നട്ടെല്ല് വളച്ചത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒത്തുതീർപ്പ് കേരളത്തിലെ ജനങ്ങളെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ വൈസ് ചാൻസലർ നിയമനത്തിന്റെ പേരിൽ ഗവർണർക്കെതിരായി സമരവും യൂണിവേഴ്സിറ്റിയിൽ കലാപവുമാണ് CPM ഉണ്ടാക്കിയത്. സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്നുള്ള ഘട്ടത്തിലാണ് ഗവർണറുമായി ഇപ്പോൾ ഒരു കോംപ്രമൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി. യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കോംപ്രമൈസാണ്. ഡൽഹിയിൽ നിന്ന് ഏത് സംഘപരിവാർ നേതാവാണ് ഈ ഒത്തുതീർപ്പിന് വേണ്ടി മുഖ്യമന്ത്രിയെ നിർബന്ധിച്ചത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. കാരണം ഡൽഹിയിൽ സംഘപരിവാർ നേതാക്കൾ, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞാൽ എവിടെയും ഒപ്പിട്ടു കൊടുക്കുന്ന ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ള ആരോപണം ഞങ്ങൾ ഉന്നയിച്ചു. അങ്ങനെയാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ടതിന് ശേഷമാണ് പാർട്ടിയിൽ പോലും മന്ത്രിസഭയിൽ പോലും മുന്നണിയിൽ പോലും കൂടിയാലോചിക്കാതെ PM ശ്രീയിൽ ഒപ്പുവെച്ചത്. അതുപോലെ തന്നെയാണ് ഒരു കൂടിയാലോചനകളും നടത്താതെ ഏത് സംഘപരിവാർ നേതാവിന്റെ സമ്മർദ്ദം അനുസരിച്ചിട്ടാണ് മുഖ്യമന്ത്രി ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് തയ്യാറായത് എന്ന് വ്യക്തമാക്കണം അദ്ദേഹം. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എത്രയോ സമരങ്ങളാണ് നടന്നത്. രജിസ്ട്രാറെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിൽ ഇപ്പോൾ രജിസ്ട്രാറെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പൊ രജിസ്ട്രാറെ പ്രതിരോധിക്കാൻ നടത്തിയ സമരവും കോംപ്രമൈസ് ചെയ്യാണ്, ഒത്തുതീർപ്പിലെത്തിക്കുക. ഇത് സംഘപരിവാറും CPM-ഉം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള ഒത്തുതീർപ്പാണിത്. യഥാർത്ഥത്തിൽ ഒത്തുതീർപ്പാണ്. ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കുകയായിരുന്നു. കേരളം മുഴുവൻ സമരം ചെയ്ത് ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടമാണ്, വിദ്യാഭ്യാസ കാര്യത്തിലേക്കുള്ള കേന്ദ്രത്തിന്റെയും അതുപോലെ ഗവർണറുടെയും അധിനിവേശമാണ് എന്നെല്ലാം ആക്ഷേപിച്ച് സമരം നടത്തിയവർ സർക്കാരിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ള ഘട്ടത്തിലാണ് ഈ ഒത്തുതീർപ്പിന് വിധേയരായത് എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. കേട്ടല്ലോ, വളരെ ഗൗരവമായ ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കേരള സർക്കാർ കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ ഗവർണറുടെ കാൽക്കൽ വീണ് ചെരുപ്പ് നക്കിയിരിക്കുന്നു. ഇതുവരെ VC നിയമനത്തിൽ സിസ തോമസിനെതിരെ സമരം ചെയ്ത SFIയും അതേപോലെ അവിടുത്തെ സംഘടനകളും ഇപ്പോഴെന്ത് പറയും? അതേപോലെ അനിൽകുമാറിന് വേണ്ടി സമരം നടത്തിയ രജിസ്ട്രാറായ അനിൽകുമാറിന് വേണ്ടി സമരം നടത്തിയ CPM-കാരും SFIക്കാരും സിൻഡിക്കേറ്റ് മെമ്പർമാരും ഇപ്പോൾ എന്ത് പറയും? അപ്പോൾ ഇവിടെയൊക്കെ നടക്കുന്നത് പിണറായി വിജയൻ എല്ലാ തരത്തിലും ഇവരുടെ മുന്നിൽ, അതായത് BJP-യുടെ മുന്നിൽ നട്ടെല്ല് വളച്ചിരിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഏത് നേതാവാണ് വിളിച്ചു പറയുന്നത്? മറ്റാരുമല്ല, അമിത്ഷായാണ് പറയുന്നത്. അമിത്ഷാ ആര് വഴിയാണ് സംസാരിക്കുന്നത്? നമ്മൾ ബ്രിട്ടാസ് വഴിയാണ്. ബ്രിട്ടാസാണ് റോയൽ പിമ്പ് ഡൽഹിയിൽ. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പിണറായി വിജയൻ്റെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, അതേപോലെ CMRL കരിമണൽ കർത്തയുടെയുമായിട്ടുള്ള മകൾ പ്രതിയായിട്ടുള്ള കേസ്, ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ശബരിമല കൊള്ളയുടെ കേസ്, എന്തിന് ലാവ്ലിംഗ് കേസ് 9 വർഷമായി സുപ്രീം കോടതി നിൽക്കുകയാണ്. BJP-യാണ് സംരക്ഷിക്കുന്നത്. CBI പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ അമിത്ഷായുടെ വലങ്കയ്യാണ്. അപ്പോൾ പിണറായി വിജയൻ്റെ കേസ് 9 വർഷമായി സുപ്രീം കോടതിയിൽ എടുക്കുന്നില്ല. ലാവ്ലിംഗ് പിണറായി വിജയൻ ഈ ഗവൺമെൻറ് കഴിയുന്നവരെ തുടരുത് എന്നുള്ളതാണ് അമിത്ഷാ കൊടുത്ത നിർദ്ദേശം. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ ഇവിടെ ഭരിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് മുക്ത ഭാരതം, അതായത് ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നുള്ളതാണ് പ്ലാനുള്ളത്. തുടർന്നിട്ട് BJP-ക്ക് അധികാരത്തിൽ വരാമെന്നാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാം അട്ടിമറിഞ്ഞു. വെറും തിരുവനന്തപുരത്ത് CPM-കാരും മാർച്ച് കുത്തിയോണ്ട് മാത്രം അവിടെ ജയിച്ചു പോയി. അതും ഭൂരിപക്ഷം കിട്ടിയാൽ 50 സീറ്റിൽ മാത്രമാണ് BJP-ക്ക് അവിടെ ഭരിക്കാൻ സീറ്റ് കിട്ടിയത്. നേരത്തെ കഴിഞ്ഞ തവണ 35 സീറ്റ് വരെ കിട്ടിയിരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ വിധത്തിൽ പിണറായി വിജയൻ്റെ മകളുടെ ഭാര്യയുടെ മകൻ്റെ ഈ തിരുട്ട് കുടുംബത്തിൻ്റെ നിരവധി കേന്ദ്ര ഗവൺമെൻറ് അന്വേഷണ ഏജൻസികളുടെ കേസുകളിൽ പെട്ടുകിടക്കുന്ന പിണറായി വിജയൻ എല്ലാ തരത്തിലും തല കുമ്പിട്ട് BJP പറയുന്നതനുസരിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഏറ്റവും അവസാന തെളിവാണ് സിസ തോമസിനെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ്. അതായത് സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയിലും ഈ VC-മാരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ
പിണറായി വിജയൻ ഗവർണറുടെ മുമ്പിൽ കാൽക്കൽ വീണിരിക്കുക. ഇതുവരെ ഗവർണർക്കെതിരെ BJPക്കെതിരെ ശക്തമായി സമരം നടത്തി എന്ന് പറയുന്ന പിണറായി വിജയൻ നട്ടലിൽ ഒറ്റ ദിവസം കൊണ്ടാണ് വളഞ്ഞു തൂങ്ങിപ്പോയത്. ആ സംഭവത്തെക്കുറിച്ചിട്ടാണ് VD സതീശൻ പറയുന്നത്. ഏത് RSS നേതാവാണ്? അതെ, ഡൽഹിയിൽ നിന്ന് പിണറായി വിജയനോട് തിട്ടൂരം പറയുന്ന അമിത്ഷാ പറഞ്ഞാൽ പിണറായി വിജയൻ മൂത്രമൊഴിക്കുക അവിടെ ഇരുന്നിട്ട്. ഇതിനൊക്കെ മധ്യസ്ഥ വഹിക്കുന്ന ആരറിയാമോ? റോയൽ പിമ്പായിട്ട് അവിടെ നമ്മുടെ ബ്രിട്ടാസാണ്. ബ്രിട്ടാസിന് പണ്ടേ പണിയാണ്. ഡൽഹിയിൽ നിന്നുകൊണ്ട് ചരട് വലിക്കുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്യുക, കോടിക്കണക്കിന് സ്വത്തുണ്ടാക്കിയ ഒരാളാണ് ബ്രിട്ടാസ്. അതിൻ്റെ എല്ലാ രേഖകളും മുമ്പ് ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ ബ്രിട്ടാസ് പിണറായി വിജയൻ്റെ മധ്യസ്ഥനായി നിന്നുകൊണ്ട്, റോയൽ പിമ്പായി നിന്നുകൊണ്ട് അമിത്ഷായായിട്ട് എല്ലാ കച്ചവടം ഉറപ്പിക്കുകയാണ്. അതാണ് PMC പദ്ധതിയിലൊക്കെ എല്ലാ അവരുടെ മാനദണ്ഡങ്ങളനുസരിച്ചിട്ട് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് അവർ പ്രഖ്യാപിച്ചത് ഞങ്ങളതെല്ലാം അനുസരിക്കാൻ തയ്യാറാണേ എന്ന് കഴിഞ്ഞുകൊണ്ട് സമ്മതിച്ചത്. എന്തായാലും VD സതീശൻ വളരെ ആഹ്ലാദവാനാണ്. ഇലക്ഷന് വൻ വിജയം നേടി മാത്രമല്ല അടുത്ത മുഖ്യമന്ത്രിയാവാനുള്ള യാത്രയാണ് അദ്ദേഹം പുറപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ സ്റ്റെപ്പായിട്ട് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്.